ഇടുക്കി മൂന്നാറിൽ എസ്റ്റേറ്റ് ലയത്തിൽ വീണ്ടും തീപിടുത്തം. നൈറ്റിക്കുടി സെൻട്രൽ ഡിവിഷനിലെ ലയങ്ങൾക്കാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ലയങ്ങളിലെ ആളുകൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും വീട്ടുപകരണങ്ങളും മറ്റും പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 4:30 നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷനിൽ തീപിടുത്തമുണ്ടായത്. 11 വീടുകളാണ് ലയത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ലയത്തിലെ വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. எங்களால் எங்கள் உயிரை தான் காப்பாற்ற முடிஞ்சிச்சு. வெளியே ஓடியாந்துட்டோம். வீட்டில் வச்சுருந்த பொருளோ காசோ எங்களால் எதுவுமே எடுக்க முடியல. என் பொண்ணுக்கு சேர்த்து வச்சுருந்தது எதுவுமே என்னால் எடுக்க முடியல. நாங்கள் இங்கே வந்து வீடை பார்த்தா தெரியும், எல்லாமே எரிஞ்சு போச்சு. நாங்கள் உடுத்தின துணியோடு தான் இருக்கிறோம். வீடு வாசல் எதுவுமே இல்லை. எங்களுக்கு எதுவுமே ஒரு உதவி செய்யணும். என் மருமக வீடு எல்லாமே இந்த லைனுக்கு ஒரு 8 வீடு எரிஞ்சு சாம்பலா போச்சு. ഒരു ആധാരവും ഇല്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല. ലയത്തിലെ താമസക്കാരിലൊരാൾ പുലർച്ചെ പുക ഉയരുന്നത് കണ്ടതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. സമീപത്തെ കുടുംബങ്ങളെ വിളിച്ചുണർത്തിയതോടെ എല്ലാവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ ആളുകൾ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും വീട്ടുപകരണങ്ങളും മറ്റും പൂർണ്ണമായി കത്തിനശിച്ചു. പണവും സ്വർണവും കുട്ടികളുടെ പഠന സാമഗ്രികളും എല്ലാം തന്നെ അഗ്നിക്കിരയായി. 4 மணிக்கு பக்கத்து வீட்டில் தீ பிடிச்சிச்சு. அந்த தீ பிடிச்சது எங்கள் வீட்டுக்கும் பரவி எங்களுக்கு எந்த சாதனத்தையும் எடுக்கவும் முடியல, ஒன்றும் செய்ய முடியல. ட்ரெஸ்ஸு மட்டும்தான், அது கூட பிள்ளைங்களுக்குள்ள தேவை, ஸ்கூல் பேഗ് எல்லாமே ஒன்றும் ஒரு சாதனம் இல்லாமல் ஒன்றுமே எங்களால் காப்பாற்ற முடியும். പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്കിന്റെ ലഭ്യത കുറവുണ്ട്. സംഭവശേഷം അഗ്നിരക്ഷാസേനയെത്തിയെങ്കിലും ലയങ്ങൾ പൂർണ്ണമായി കത്തിച്ചാമ്പലായി. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് കുടുംബങ്ങൾ. ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമാണ് കുടുംബങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത്. തോട്ടമേഖലയിൽ ലയങ്ങൾക്ക് തീ പടരുന്നത് ഇത് 4ാം തവണയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.